ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. ഉച്ചവരെ ബൈഡൻ, ഉച്ചകഴിഞ്ഞാൽ ട്രംപ്. സത്യപ്രതിജ്ഞ ക്യാപിറ്റൽ മന്ദിരത്തിനുള്ളിൽ. വാഷിംഗ്ടൺ. യുഎസ് പ്രസിഡന്റ് പദവിയിൽ ജോ ബൈഡന്റെ അവസാന മണിക്കൂറുകൾ. തണുത്തുറഞ്ഞ നട്ടുച്ചയ്ക്ക് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണം. യുഎസ് തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡിസി ഇന്നു പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന്റെയും ലോകമെമ്പാടു നിന്നുമുള്ള വിവേപികളുടെ സാന്നിധ്യത്തിന്റെയും ആഘോഷപൂർണമായ തിരക്കിലമരും. യുഎസിന്റെ 47ാം പ്രസിഡന്റായി അടുത്ത 4 വർഷം ഭരിക്കാൻ പോകുന്ന ട്രംപും അദ്ദേഹത്തിനൊപ്പം വൈസ് പ്രസിഡന്റാകുന്ന ജെ.ഡി. വാൻസും വാഷിംഗ്ടൺ ഡിസിയിൽ ഇന്ന് ഉച്ചയ്ക്ക് 12-നാണ് അധികാരമേൽക്കുന്നത്. ശൈത്യക്കാറ്റു മൂലം അപകടകരമായി തീർത്ത കാലാവസ്ഥ പരിഗണിച്ച് തുറന്ന വേദി ഒഴിവാക്കി ക്യാപിറ്റൽ മന്ദിരത്തിനുള്ളിലെ പ്രശസ്തമായ താഴികക്കുടത്തിനു താഴെ ഒരുക്കിയ വേദിയിലാണ് സത്യപ്രതിജ്ഞ. അധികാരമേറ്റുള്ള ട്രംപിന്റെ പ്രസംഗം, ഒപ്പുചാർത്തൽ, പെൻസിൽവേനിയ അവന്യൂവിലെ പരേഡ്, കലാവിരുന്ന് എന്നിങ്ങനെ പരിപാടികളാണ് ഇന്ന് നടക്കുക. സ്ഥലപരിമിതി മൂലം അകത്തെ വേദിയിൽ ഇടംകിട്ടാതെ പോകുന്ന അതിഥികൾക്കെല്ലാം ചടങ്ങ് തത്സമയം കാണാൻ സൗകര്യമുണ്ട്. നവംബറിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിനുശേഷം ഫ്ലോറിഡയിലെ വസതിയിൽ തന്നെ തങ്ങുകയായിരുന്ന ട്രംപും ഭാര്യ മെലനിയയും മകൻ ബാരൻ ട്രംപും ഇന്നലെ വാഷിംഗ്ടൺ ഡിസിയിൽ തിരിച്ചെത്തി. വാൻസും ഇന്ത്യൻ വംശജയായ ഭാര്യ ഉഷ ചിലുപുരിയും അതിനുമുൻപ് തന്നെ വാഷിംഗ്ടണിലെത്തി. ഉറ്റമിത്രമായ പേപാൽ മുൻ സിഇഒ പീറ്റർ തീലിന്റെ വസതിയിൽ ടെക് പ്രമുഖർക്കായി ഒരുക്കിയ വിരുന്നിലും വാൻസ് പങ്കെടുത്തു. വെടിക്കെട്ട് ഉൾപ്പെടെ ആഘോഷപരിപാടികൾ ഇന്നലെ ആരംഭിച്ചു. 2020-ൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തുനിന്നു രാഷ്ട്രീയത്തിലെത്തിയ ശതകോടീശ്വരൻ ട്രംപ് ഒന്നാം ഭരണകാലത്തെന്ന പോലെ ഇത്തവണയും പ്രവചനാതീത നീക്കങ്ങളുമായി അമേരിക്കയെയും ലോകത്തെയും ഞെട്ടിച്ചേക്കാം. ഭരണമേറ്റ ശേഷമുള്ള ഒന്നാം ദിവസം 100 എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പിടുമെന്നാണ് റിപ്പോർട്ടുകൾ. അനധികൃത കുടിയേറ്റക്കാരുടെ നിയന്ത്രണാതീതമായ വർധനയ്ക്ക് തടയിടാനും വിലക്കയറ്റം പിടിച്ചു നിർത്താനും ഉൾപ്പെടെ അടിയന്തര നടപടികളാണ് ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രതീക്ഷിക്കുന്നത്. 2020-ലെ തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് പരാജയപ്പെട്ടും പിന്നാലെയുണ്ടായ പാർലമെന്റ് മന്ദിര ആക്രമണത്തിന്റെ പഴി കേട്ടും ഇംപീച്ച്മെന്റ് നടപടി നേരിട്ടും അപമാനിതനായി പൊതുവേദി വിട്ട് ട്രംപ് രാഷ്ട്രീയ തിരിച്ചുവരവ് നടത്തുമെന്ന് അധികമാരും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ ട്രംപിന്റെ ഒന്നാം റിപ്പബ്ലിക്കൻ ഭരണകാലത്തിനും 2017 മുതൽ 20 വരെ രണ്ടാമത്തേതിനും മധ്യേയുള്ള ഇടവേള മാത്രമായി മാറുകയായിരുന്നു ബൈഡന്റെ ഡെമോക്രാറ്റ് ഭരണം. 2021 മുതൽ 24 വരെ. കഴിഞ്ഞ നവംബറിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനായി ബൈഡന് തന്നെയാണ് ആദ്യം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായതെങ്കിലും ട്രംപുമായുള്ള സംവാദത്തിൽ പതറിയതോടെ വിമർശനത്തെ തുടർന്ന് പിന്മാറുകയായിരുന്നു. പകരം സ്ഥാനാർത്ഥിയായ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ ജനകീയ വോട്ടിലും ഇലക്ടറൽ വോട്ടിലും വൻ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് ട്രംപ് രണ്ടാമതും പ്രസിഡന്റായത്. ബൈഡനും ഭാര്യ ജില്ലും ഇന്നലെ സൗത്ത് കാരലൈനയിലെ ചാൾസ്റ്റണിലായിരുന്നു ദിവസം മുഴുവൻ ചെലവിട്ടത്. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ അവകാശങ്ങൾക്കായി പോരാടിയ ഇതിഹാസം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ സ്മരണാർത്ഥമുള്ള പരിപാടികളിൽ പങ്കെടുത്തു. ഐക്യം തകർക്കരുത്, ചോദിക്കാൻ ആളുണ്ട്. കെ.പി.സി.സി. രാഷ്ട്രീയകാര്യ സമിതിയിൽ കർശന നിലപാടുമായി ഹൈക്കമാൻഡ്. തിരുവനന്തപുരം. നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്കായി ഒരു ദിവസം പോലും വിശ്രമമില്ലാതെയുള്ള പ്രവർത്തനം അനിവാര്യമാണെന്നും യോജിപ്പിന്റെ അന്തരീക്ഷം തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പാർട്ടിയിൽ ചോദിക്കാനും പറയാനും ആളുണ്ടെന്നും കോൺഗ്രസ് രാഷ്ട്രീയകാര്യസമിതി യോഗത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനതലത്തിലെ പുനഃസംഘടന അനാവശ്യ ചർച്ചയാക്കരുതെന്നും വേണ്ട നടപടികൾ നേതൃത്വം തീരുമാനിക്കുമെന്നും വ്യക്തമാക്കി. നേതാക്കൾ തമ്മിൽ ഐക്യമില്ലെങ്കിൽ താൻ ചുമതല വഹിക്കുന്നതിൽ അർത്ഥമില്ലെന്നും കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷി തുറന്നടിച്ചു. നിലവിൽ കോൺഗ്രസ് വിജയിച്ച 21 സീറ്റിനു പുറമെ 63 സീറ്റിൽ കൂടി ശ്രദ്ധ മുന്നോട്ടു പോകണമെന്ന് നേതാക്കളിലൊരാൾ പറഞ്ഞത് നേരിയ തർക്കത്തിനിടയാക്കി. 63 എന്ന കണക്ക് എവിടെ ചർച്ച ചെയ്താണ് തീരുമാനിച്ചതെന്ന ചോദ്യമുയർന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി ഏകദിന ശില്പശാല ഉടൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. രാഷ്ട്രീയകാര്യസമിതി എല്ലാ മാസവും നിർബന്ധമായി ചേരണമെന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചു. ജില്ലകളുടെ ചുമതലയുള്ള നേതാക്കൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും നിർദ്ദേശിച്ചു. പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള ചർച്ചകൾ ദോഷം ചെയ്യുമെന്ന് നേതാക്കൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞു കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് എതിരാളികളുടെയും ചില മാധ്യമങ്ങളുടെയും അജണ്ടയാണ്. അതിൽ വീഴരുത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കഴിവും പ്രതിച്ഛായയും മുഖ്യ മാനദണ്ഡമാക്കണമെന്നും ആവശ്യമുയർന്നു. ജനം സർക്കാരിന് എതിരാണെന്നും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ദലിത്, ആദിവാസി വിഭാഗങ്ങൾക്ക് പാർട്ടി പദവികളിൽ അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു. നേതാക്കൾ പരസ്പരം പോരടിച്ചാൽ പ്രവർത്തകരാണ് വേദനിക്കുന്നതെന്ന് പി.ജെ. കുര്യൻ പറഞ്ഞു. എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറിമാരായ കെ.സി. വേണുഗോപാൽ, ദീപ ദാസ് മുൻഷി, കെ.പി.സി.സി. പ്രസിഡന്റ് കെ. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, എ.ഐ.സി.സി. സെക്രട്ടറിമാരായ പി.വി. മോഹൻ, വി.കെ. അറിവഴകൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. സ്ഥലത്തില്ലാത്തതിനാൽ ചെന്നിത്തലയും ശശി തരൂരും ഓൺലൈനായാണ് പങ്കെടുത്തത്. തകർന്നടിഞ്ഞ നാട്ടിലേക്ക് പലസ്തീൻകാരുടെ മടക്കം. ഖാൻ യൂനിസ്, ഗാസ. വെടിയൊച്ച നിലച്ചതിനു പിന്നാലെ തകർന്നടിഞ്ഞ നാട്ടിലേക്കു പലസ്തീൻകാരുടെ കൂട്ടപ്രവാഹം. തിരിച്ചെത്തിയവർ കൊല്ലപ്പെട്ട ബന്ധുക്കളുടെ കബറിടങ്ങളിൽ പ്രാർത്ഥന നടത്തി. സൈന്യം ഒഴിഞ്ഞുപോയ പട്ടണങ്ങളിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നഷ്ടമായവർക്കു വേണ്ടിയുള്ള തിരച്ചിലും ആരംഭിച്ചു. 15 മാസം മരുഭൂമിയിൽ അലങ്ങിട്ട് കുടിക്കാൻ അല്പം വെള്ളം കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നു.
ജീവൻ തിരിച്ചുകിട്ടിയ അനുഭവം. മധ്യഗാസയിലെ റെയ്റൽ ബലാഹിലെ ക്യാമ്പിൽ നിന്ന് അയ മുഹമ്മദ് 31 റോയിട്ടേഴ്സിന് നൽകിയ സന്ദേശത്തിൽ പറയുന്നു. ഗാസ സിറ്റിയിലെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് എത്രയും വേഗം തിരിച്ചെത്തണം. ഇത്രയേറെ കഷ്ടനഷ്ടങ്ങൾക്കിടയിൽ ജീവിതം ഇനി ഒട്ടും സുഖമാവില്ലെന്നറിയാം. കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ചോര ഇനിയെങ്കിലും വീഴ്ത്താതിരിക്കട്ടെ, അയ പറഞ്ഞു. വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്തവരിലേറെയും തെക്കൻ ഗാസയിലെ വിവിധ അഭയാർത്ഥി കൂടാരങ്ങളിലാണ്. ജനവാസയോഗ്യമല്ലാത്ത ആൽ മവാസിയിലും നൂറുകണക്കിന് ടെന്റുകളുയർന്നിരുന്നു. ഇന്നലെ ഇവിടെ നിന്നുള്ളവർ കയ്യിലുള്ളതെല്ലാം വാരിക്കെട്ടി വടക്കോട്ട് യാത്ര തുടങ്ങി. തെക്കൻ പട്ടണമായ റഫയിലേക്കും ഇന്നലെ പലസ്തീൻകാർ കൂട്ടത്തോടെ തിരിച്ചെത്തി. ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ ഹമാസിന്റെ ഉന്നത നേതാക്കളടക്കം 46,913 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 1,10,750 പേർക്ക് പരിക്കേറ്റു. യുദ്ധം മൂലം ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകരുകയും 23 ലക്ഷത്തോളം വരുന്ന ജനങ്ങളിലേറെയും ഭവനരഹിതരാകുകയും ചെയ്തു. ഗാസയിലെ യുദ്ധത്തിൽ 400 സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രയേൽ കണക്ക്. അതിഥി തൊഴിലാളികളുടെ അതിഥിയായി ഒറ്റയാൻ പരാക്രമം കാണിച്ച് അരിസഞ്ചിയുമായി മടക്കും. കോയമ്പത്തൂർ 2 പേരെ വകവരുത്തുകയും നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒറ്റയാൻ ഇത്തവണ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീട് നശിപ്പിച്ചു. വീടിനകത്തെ മുഴുവൻ സാധനങ്ങളും പുറത്തേക്ക് വലിച്ചിട്ട് അരിയും കഴിച്ചാണ് ഒറ്റയാൻ മടങ്ങിയത്. കോയമ്പത്തൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ പെരിയ നായക്കം പാളയം റേഞ്ചിലെ കൂടല്ലൂർ നഗരസഭ പരിധിയിലാണ് ഒറ്റയാൻ ദിവസങ്ങളായി കറങ്ങുന്നത്. വെള്ളിയാഴ്ച രാത്രി തെക്കു പാളയം കെന്നഡി തെൻട്രൽ അവന്യൂവിൽ 4 അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിലേക്കാണ് അതിഥിയായി ഒറ്റയാനും എത്തിയത്. രാത്രി കതക് തുറന്നുവെച്ച് ഗ്യാസ് അടുപ്പിൽ ഭക്ഷണമുണ്ടാക്കുന്നതിനിടെയാണ് വിരുന്നുകാരനെത്തിയത്. ഇതോടെ പുറത്തേക്ക് ഓടാനാകാതെ ഗ്യാസ് അടുപ്പ് ഓഫാക്കിയ തൊഴിലാളികൾ ഒറ്റമുറി വീടിനകത്ത് അകപ്പെട്ടു. തുടർന്ന് തല ഉള്ളിലേക്ക് ഇട്ട ആന പലവ്യഞ്ജനങ്ങൾ സൂക്ഷിച്ചിരുന്ന കബോർഡടക്കം വീടിനകത്ത് സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ടു. പിന്നീട് പുറത്തേക്ക് പോയ ആന മിനിറ്റിനകം തിരിച്ചെത്തി ഒരു കാൽ ഉള്ളിലേക്കാക്കി അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. യുവാക്കൾ വാങ്ങി സൂക്ഷിച്ചിരുന്ന അരി ആനയുടെ നേർക്ക് വലിച്ചെറിഞ്ഞപ്പോഴാണ് ശൗര്യം തണുത്തത്. വൈകാതെ അരിസഞ്ചിയുമായി ഒറ്റയാൻ പുറത്തേക്ക് പോയത്. യുവാക്കൾ തന്നെയാണ് വൈറലായ വീഡിയോ പകർത്തിയത്. വിവരമറിഞ്ഞ് വനപാലകർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ച് ആനയെ കാട്ടിലേക്ക് കയറ്റിവിട്ടു. 2 ദിവസം മുമ്പാണ് വയോധികനെ കാട്ടാന ഗേറ്റ് അടയ്ക്കുന്നതിനിടയിൽ തൂക്കിയെറിഞ്ഞത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. മഹാകുംഭമേളയ്ക്കിടെ വൻ തീപിടുത്തം. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്കിടെ തീപിടുത്തം. ശാസ്ത്രി ബ്രിഡ്ജിന് സമീപത്തെ തീർത്ഥാടകർ താമസിച്ചിരുന്ന ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത്. മഹാകും ടെന്റ് സിറ്റിയിലെ സെക്ടർ 19-ലാണ് തീപിടുത്തമുണ്ടായത്. പാചക സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു. 3 സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് പിന്നിൽ. 20 മുതൽ 25 വരെ ടെന്റുകളാണ് അപകടത്തിൽ കത്തിനശിച്ചത്. പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. നിലവിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നും അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്ത് തീയണയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും ദേശീയ ദുരന്ത നിവാരണ സേനയിലെ NDRF അംഗങ്ങളും സ്ഥലത്തുണ്ട്. അഗാര പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് ഭാസ്കർ മിശ്ര കൂട്ടിച്ചേർത്തു. ഉന്നത ഉദ്യോഗസ്ഥരോട് സംഭവസ്ഥലത്ത് എത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. മകന്റെ ക്രൂരതയിൽ ഞെട്ടൽ മാറാതെ നാട്. സുബൈദയുടെ മൃതദേഹം ഖബറടക്കി. പ്രതി റിമാൻഡിൽ. അടിവാരം താമരശ്ശേരിയിൽ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ അടിവാരം സ്വദേശി സുബൈദയുടെ മൃതദേഹം സംസ്കരിച്ചു. അടിവാരം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ വൈകുന്നേരമാണ് സംസ്കാരം നടന്നത്. പണം നൽകാത്തതിനുള്ള പ്രകോപനമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് നടപ്പാക്കിയതെന്നായിരുന്നു പ്രതി ആഷിഖ് നാട്ടുകാരോട് പറഞ്ഞത്. കഴിഞ്ഞ 2 ദിവസം ആഷിഖ് വീട്ടിലെത്തിയിരുന്നില്ല. എവിടെ പോയിരുന്നെന്ന് ചോദിച്ച അമ്മയോട് തനിക്ക് പൈസ വേണമെന്നായിരുന്നു മറുപടി. പിന്നീടുണ്ടായ തർക്കത്തിനൊടുവിലാണ് നിഷ്ഠൂരമായ കൊലപാതകം അരങ്ങേറിയത്. ആഷിഖിന് 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാവ് വിവാഹബന്ധം വേർപ്പെടുത്തി പിരിഞ്ഞു. പിന്നീട് കൂലിപ്പണിക്ക് പോയാണ് സുബൈദ മകനെ വളർത്തിയത്. ലഹരി ഉപയോഗിച്ച് നേരത്തെയും ആഷിഖ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ബ്രെയിൻ ട്യൂമർ ബാധിച്ചതോടെ അടിവാരത്തെ സ്വന്തം വീട്ടിൽ നിന്നും ഇവർ സഹോദരിയുടെ വീട്ടിലേക്ക് താമസം മാറി. അവിടെയും ആഷിഖ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതോടെ പുതുപ്പാടിയിൽ താമസിക്കുന്ന സഹോദരിക്ക് അടുത്തേക്ക് മാറി. മകനോടൊപ്പം താമസിക്കാനുള്ള ആഗ്രഹമാണ് വിനയായതെന്ന് അയൽവാസികൾ പറയുന്നത്. ആഷിഖിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലും എത്തിച്ചു വൈദ്യപരിശോധന നടത്തി. മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൈതപ്പൊയിൽ GMUP സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കൈതപ്പൊയിൽ ഗവൺമെന്റ് മാപ്പിള UP സ്കൂളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഇംഗ്ലീഷ് ഫെസ്റ്റ് നടത്തി. ഫിയസ്റ്റ 2K25 എന്ന പേരിൽ സ്കൂളിലെ 5, 6 മലയാളം മീഡിയം ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് ഫെസ്റ്റ് നടത്തിയത്. ഡയറ്റ് കോഴിക്കോടിന്റെ കീഴിലുള്ള ELEP പദ്ധതിക്കായി താമരശ്ശേരി ഉപജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഏക വിദ്യാലയമാണ് GMUPS കൈതപ്പൊയിൽ. സ്കൂളിൽ ELEP പദ്ധതി തുടങ്ങിയതോടെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ കുട്ടികൾക്കുള്ള താൽപ്പര്യവും ആത്മവിശ്വാസവും വർദ്ധിച്ചു. ഇംഗ്ലീഷ് ഫെസ്റ്റിൽ അത് പ്രകടമായിരുന്നു. ഗെസ്സിംഗ് ഗെയിം, കുക്കറി ഷോ, സ്റ്റാളുകൾ, മീറ്റ് ദ സെലിബ്രിറ്റീസ്, കൊറിയോഗ്രഫി, പപ്പറ്റ് ഷോ, കാർട്ടൂൺ ഡബ്ബിംഗ് തുടങ്ങി നിരവധി പരിപാടികൾ കുട്ടികൾ ഭംഗിയായി അവതരിപ്പിച്ചു. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം KMODLAD കോളേജ് ഇംഗ്ലീഷ് ലെക്ചറർ ശ്രീ ഖാലിദ് PK നിർവഹിച്ചു.
ചടങ്ങിൽ സ്കൂളിലെ പ്രധാനാധ്യാപിക ശ്രീമതി റോസമ്മ ചെറിയാൻ അധ്യക്ഷയായിരുന്നു. ELEP ട്രെയിനർ ഫൈറൂസ PP സ്വാഗതം പറഞ്ഞു. 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ വീട് നാട്ടുകാർ അടിച്ചു തകർത്തു. കൊച്ചി ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഋതുവിന്റെ വീട് നാട്ടുകാർ അടിച്ചു തകർത്തു. പോലീസ് സംഭവസ്ഥലത്തെത്തി. വീടിന് മുൻപിൽ നിന്നും നാട്ടുകാരെ മാറ്റി. പ്രദേശത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ചേന്നമംഗലത്ത് നാടിനെ നടുക്കിയ കൂട്ടക്കൊല നടന്നത്. പേരേപ്പാടം കാട്ടിപ്പറമ്പിലെ വേണു 69, ഭാര്യ ഉഷ 62, മകള് വിനീഷ 32 എന്നിവരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഇവരുടെ അയൽവാസിയാണ് ഋതു. ഇയാളുടെ ആക്രമണത്തിൽ ജിതിന് തലയ്ക്ക് സാരമായി പരിക്കേറ്റു. ജിതിൻ നിലവിൽ ചേന്നമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്. കോടഞ്ചേരി സമഗ്ര പേവിഷ നിയന്ത്രണ പദ്ധതി പ്രകാരം കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പ് നടത്തുന്നു. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുരോഗമാണ് പേവിഷബാധ അഥവാ റാബിസ്. വീട്ടുമൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും ഒരേപോലെ രോഗം ബാധിക്കും. വളർത്തുമൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത് രോഗവ്യാപനം തടയാം. അതോടൊപ്പം തെരുവുനായകൾക്ക് കൂടെ പ്രതിരോധ കുത്തിവയ്പ്പെടുത്തുക എന്നതാണ് ഈ കുത്തിവയ്പ് ക്യാമ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആയതിനാൽ 2025 ജനുവരി 25 മുതൽ 28 വരെയുള്ള കാലയളവിൽ കോടഞ്ചേരി പഞ്ചായത്തിലെ വാർഡുകൾ കേന്ദ്രീകരിച്ച് തെരുവുനാക്കളെ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മുൻവിധികളില്ലാതെയുള്ള നിസ്വാർത്ഥമായ സഹകരണമുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കോടഞ്ചേരി പഞ്ചായത്തിലെ റാബീസ് ഫ്രീ മേഖലയായി മാറ്റുവാനുള്ള പരിശ്രമത്തിൽ എല്ലാവരും സഹകരിക്കണമെന്ന് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, ഡോക്ടർ രവി CV, സീനിയർ വെറ്ററിനറി സർജൻ കോടഞ്ചേരി വെറ്ററിനറി ഹോസ്പിറ്റൽ എന്നിവർ അറിയിച്ചു. ക്യാമ്പ് നടക്കുന്ന തീയതിയും വാർഡുകളും 2025 ജനുവരി 25, 15, 16, 17, 18, 19, 20, 21, 2025 ജനുവരി 27, 8, 9, 10, 11, 12, 13, 14, 2025 ജനുവരി 28, 1, 2, 3, 4, 5, 6, 7. സ്ക്വാഡ് 1 ജോബി പോൾ AFO നെല്ലിപ്പയിൽ 9, 6, 5, 6, 6, 3, 6, 8, 7, 4. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.